വിരൽ വ്യായാമം ചെയ്യൂ, ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ പുഷ്പ കാനാട് @ ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വ്യാൻ മുദ്രയെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ 5 പ്രാണവായുക്കളുണ്ട്. 5 പ്രാണോർജം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ അതുകൊണ്ടാണ് ഇവയെ വായുക്കൾ എന്ന് പറയുന്നത്. ഈ 5 പ്രാണവായുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യാൻ വായു. ഈ പ്രാണവായുവിൻ്റെ പേരിലാണ് ഋഷീശ്വരന്മാർ മുദ്രകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുദ്രയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇതിനെ പ്രാണിക് മുദ്ര എന്ന് പറയും. 5 പ്രാണിക് മുദ്രകളാണുള്ളത്. 5 പ്രാണിക് മുദ്രകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് വ്യാൻ മുദ്ര. ഇവ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഒഴുകി നടക്കുന്ന ഒരു പ്രാണോർജമാണ് വ്യാൻ. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും, എല്ലാ കോശങ്ങളിലും, എല്ലാ നാഡികളിലേക്കും രക്തപ്രവാഹം ഒഴുകുന്ന ആ ഒരു ഊർജമാണ്, അല്ലെങ്കിൽ രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന ഊർജമാണ് വ്യാൻ ഊർജം. വ്യാൻ പ്രാണോർജം എന്ന് പറയും. 5 പ്രാണോർജമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവ നമ്മുടെ ശരീരത്തിലെ ഈ എല്ലാ കോശങ്ങളിലും, അതുപോലെ എല്ലാ അവയവങ്ങളിലും, എല്ലാ നാഡികളിലും എത്തിക്കുന്ന രക്തത്തെ ഊർജസ്വലമാക്കി നിർത്തുന്ന ഒരു ഊർജമാണ് വ്യാൻ പ്രാണോർജം. ഈ വ്യാൻ പ്രാണോർജത്തിന്റെ പേരിലാണ് ഋഷീശ്വരന്മാർ വ്യാൻ മുദ്ര ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5 പ്രാണിക് മുദ്രകളാണുള്ളത്. ഈ 5 പ്രാണിക് മുദ്രകളും 5 പ്രാണോർജത്തിന്റെ പേരുകളിലാണ് ഋഷീശ്വരന്മാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 പ്രാണോർജത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാണോർജമാണ് വ്യാൻ പ്രാണോർജം. ഈ വ്യാൻ പ്രാണോർജത്തിന്റെ പേരിലുള്ള മുദ്രയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ചൂണ്ടുവിരലും, നടുവിരലും, പെരുവിരലും ഇവയുടെ അഗ്രഭാഗങ്ങൾ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് വേണ്ടത്. ഇത് ഉയർന്ന രക്തസമ്മർദ്ദവും താഴ്ന്ന രക്തസമ്മർദ്ദവും സമനിലയിലാക്കുന്നു. രണ്ടിനും ഉപയോഗിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായാലും അതുപോലെ ലോ പ്രഷർ ആയാലും രണ്ടിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മുദ്രയാണ് ഈ വ്യാൻ മുദ്ര. നമ്മുടെ ശരീരത്തിലെ രക്തപ്രവാഹത്തിലുള്ള ഊർജത്തെ നിയന്ത്രിക്കുന്നതാണ് ഈ വ്യാൻ എന്ന പ്രാണോർജം. ഈ വ്യാൻ എന്ന പ്രാണോർജത്തെ സമനിലയിൽ, സന്തുലനത്തിൽ കൊണ്ടുവരാനുള്ള ഒരു മുദ്രയാണ് വ്യാൻ മുദ്ര. ഇത് എല്ലാ ദിവസവും ഏകദേശം 45 മിനിറ്റ് വീതം ചെയ്യണം. ഈ ബ്ലഡ് പ്രഷറിന്റെ പ്രോബ്ലം ഉള്ളവര്, അതായത് രക്തസമ്മർദ്ദം ഉള്ളവര്, ഉയർന്നതാവട്ടെ താഴ്ന്നതാവട്ടെ, ഈ രക്തസമ്മർദ്ദം ഉള്ളവര് ഏകദേശം 30 മുതൽ 45 ദിവസം വരെ ദിവസം 45 മിനിറ്റ് വീതം ചെയ്യേണ്ടതാണ്. അപ്പോൾ സമനിലയിലെത്തും. പിന്നീട് നിങ്ങൾക്ക് ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മുദ്ര ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആഹാര നിയന്ത്രണവും കൂടി വരുത്തണം. ഇതാണ് വ്യാൻ മുദ്ര. ഇത് ജലതത്വവും സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ. ഈ പഞ്ചഭൂതങ്ങളിലുള്ള വായുവും ആകാശവും അഗ്നിയും ചേർന്ന് കൂടിച്ചേരുമ്പോഴാണ് വ്യാൻ എന്ന് പറയുന്ന പ്രാണോർജത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഇത് വളരെ ശക്തിയുള്ള മുദ്രയാണ്. ഈ മുദ്ര ശരീരത്തിലെ രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ രക്തപ്രവാഹത്തെ സന്തുലനത്തിലേക്ക് കൊണ്ടുപോകുന്ന, തുലനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മുദ്രയാണ്. ഏകദേശം 45 മിനിറ്റ് വീതം ദിവസം ചെയ്യണം. അതായത് നമുക്ക് ഈ രക്തസമ്മർദ്ദം കൂടിയോ കുറഞ്ഞോ ഉണ്ടെങ്കിൽ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം മരുന്ന് മുഖേന കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു മുദ്ര ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ മരുന്ന് നിർത്തണം എന്നില്ല. മരുന്ന് എടുക്കുന്നവര് ഈ മുദ്ര ചെയ്യുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ലാബ് ടെസ്റ്റിൽ
മനസ്സിലാക്കുക. നിങ്ങൾ പോയിട്ട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് കുറഞ്ഞിനോ കൂടിനോ സമനിലയിലെത്തിനോ. ഏകദേശം 30 മുതൽ 45 ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മരുന്ന് ഉപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വ്യാൻ മുദ്ര. ചൂണ്ടുവിരലും നടുവിരലും പെരുവിരലും ഇവയുടെ അഗ്രഭാഗങ്ങൾ ചേർത്ത് ഇങ്ങനെ പിടിക്കുക. രക്തസമ്മർദ്ദത്തെ സന്തുലനത്തിൽ എത്തിക്കുന്നതാണ് ഈ മുദ്ര. എല്ലാവർക്കും നമസ്കാരം.